വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നിർണായക ഘട്ടത്തിൽ എത്തിനിൽക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര രംഗത്ത് കേരളത്തിന്റെ പേര് അടയാളപ്പെടുത്തും വിധം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നിർണായക ഘട്ടത്തിൽ എത്തിനിൽക്കുകയാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ അനുമതി ലഭിച്ചതോടെ ഗേറ്റ്വേ കാർഗോ പ്രവർത്തനങ്ങൾക്കായുള്ള പാത തുറന്നിരിക്കുന്നു. ഇനി കസ്റ്റംസ് വകുപ്പിന്റെ അന്തിമ അനുമതി മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൂടി ലഭിക്കുന്നതോടെ മെയ് 2ാം വാരത്തോടെ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ അഥവാ എക്സിം പ്രവർത്തനങ്ങൾ വിഴിഞ്ഞത്ത് നിന്നും ആരംഭിക്കുമെന്നാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം. കേരളത്തിലെ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ പ്രധാനമായും കൊച്ചി തുറമുഖം മുഖേനയായിരുന്നു ഇതുവരെയും നടന്നിരുന്നത്. അതുപോലെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖം വഴിയും ചില ചരക്കുകൾ കൈകാര്യം ചെയ്തു വരികയായിരുന്നു. വൻതോതിലുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കങ്ങളിൽ കേരളം പൂർണ്ണമായും സ്വയം പര്യാപ്തമല്ലായിരുന്നു. ഇതുവരെയും കണ്ടെയ്നറുകൾ ആദ്യം കൊച്ചിയിലോ തൂത്തുക്കുടിയിലോ എത്തിച്ച് പിന്നീട് അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളായ ദുബായ്, കൊളംബോ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമയനഷ്ടവും അധിക ചെലവും ഉണ്ടാകുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് വിഴിഞ്ഞത്തു നിന്നും കയറ്റുമതിയും ഇറക്കുമതിയും ആരംഭിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം സ്വാഭാവിക ആഴമുള്ള തുറമുഖമാണ്. അതിനാൽ വലിയ മദർഷിപ്പുകൾക്ക് ഇവിടെ നേരിട്ടെത്താനാകുമെന്നത് നേട്ടമാണ്. അങ്ങനെ നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി വിഴിഞ്ഞത്തു നിന്നും സാധ്യമാകും. ചരക്കുകൾ ഇടനില തുറമുഖങ്ങളില്ലാതെ നേരിട്ട് വിദേശത്തേക്ക് അയക്കാനും സ്വീകരിക്കാനും കഴിയുമെന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഷിപ്മെന്റ് ഘട്ടങ്ങൾ കുറയുന്നതോടെ വിവിധ തുറമുഖങ്ങളിൽ ചരക്കുകൾ ഒരു തുറമുഖത്ത് നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക് എത്തിച്ചുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഘട്ടങ്ങൾ കുറയുന്നതോടെ ദിവസങ്ങളോളം ലാഭിക്കാനുമാകും. അധിക ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ട് ചെലവുകളും കുറയും. കേരളത്തിലെ കയറ്റുമതിക്കാർക്ക് പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾ, കയർ ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവ ആഗോള വിപണിയിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനുള്ള വ്യാപാര പാതയും വിഴിഞ്ഞത്തിലൂടെ തുറക്കപ്പെടുകയാണ്. അങ്ങനെ കേരളം ഒരു പ്രധാന ലോജിസ്റ്റിക്സ് കേന്ദ്രമായി മാറാൻ ഒരുങ്ങുന്നു. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൽ നിന്നുമുള്ള നിർണായക അനുമതി നേടിയതോടെ കണ്ടെയ്നറൈസ്ഡ് കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള വഴി തുറന്നിരിക്കുന്നു. ഗേറ്റ്വേ കാർഗോ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന തുറമുഖങ്ങൾക്ക് ഈ അനുമതി നിർബന്ധമാണ്. കാരണം ഇത് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും നീങ്ങുന്ന സാധനങ്ങളുടെ സുരക്ഷ പാലിക്കൽ ഉറപ്പാക്കുന്നു. വിഴിഞ്ഞത്ത് നിന്നും കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കേരളത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ലോജിസ്റ്റിക്സ് ചെലവും ഗതാഗത സമയവും ഗണ്യമായി കുറയ്ക്കാനാകും. റെഗുലേറ്ററി ക്ലിയറൻസുകൾ നിലവിൽ വരുന്നതോടെ വിഴിഞ്ഞം ഗേറ്റ്വേ കാർഗോ കൈകാര്യം ചെയ്യാൻ തയ്യാറാകും. ഇത് പുതിയ വ്യാപാര വഴികൾ തുറക്കുകയും മറ്റു തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. പ്രാരംഭഘട്ടത്തിൽ ഏകദേശം 30% പ്രവർത്തനങ്ങൾ ഗേറ്റ്വേ കാർഗോ ആയിരിക്കും. ബാക്കി 70% ട്രാൻസ്ഷിപ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിലവിൽ തുറമുഖത്തിന്റെ 800 മീറ്റർ ബെർത്തിന് ഒരു സമയം 2 മദർഷിപ്പുകൾ മാത്രമേ ഉൾക്കൊള്ളാനാകൂ. ചരക്കൊഴിപ്പിക്കലിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തെ നാഷണൽ ഹൈവേ 66ലേക്ക് ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും പൂർത്തിയായി വരുന്നു. കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കുന്നതിന് ഒരുക്കമായി തുറമുഖത്തിനുള്ളിൽ ആവശ്യമായ സുരക്ഷാ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ടെയ്നർ പരിശോധനയ്ക്കായി ഹൈടെക് സ്കാനറുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ട്രയൽ റൺ നടത്താനും തുടക്കത്തിൽ പരിമിതമായ തോതിൽ ചരക്ക് കൈകാര്യം ചെയ്യാനും നിലവിൽ പദ്ധതിയിട്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കേരളത്തിന്റെ സമുദ്ര വ്യാപാര രംഗത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നതിൽ തർക്കമില്ല. ഇതുവരെ മറ്റു തുറമുഖങ്ങളെ ആശ്രയിച്ചിരുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇനി സ്വതന്ത്രമായ അന്താരാഷ്ട്ര ചരക്ക് നീക്കശേഷി വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കൈവരും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് കേരളത്തെ രാജ്യത്തെ പ്രധാന ലോജിസ്റ്റിക്സ് വ്യാപാര കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റാനുള്ള സാധ്യതയാണ് ഉയർത്തുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.